അമരം അക്ഷരാർത്ഥത്തിൽ മലയാളത്തിലെ ക്ലാസിക് സിനിമകളിൽ ഒന്ന് തന്നെയാണതല്ല. കാരണം അത്രമാത്രം കടൽ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ പാകത്തിനുള്ള ദൃശ്യങ്ങൾ അതിനകത്ത് നൽകിയിട്ടുണ്ടല്ലോ. അതിനകത്ത് രവീന്ദ്ര മാഷ് കമ്പോസ് ചെയ്ത അഴകേ എന്നുള്ള പാട്ട്, ഈ പാട്ടിനകത്തും ഇതിനകത്തുള്ള ഒരു ഷോട്ട് ശരിക്കും വല്ലാത്തത്. കാരണം അശോകനും മാധവും കൂടെ വള്ളത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ഫ്രെയിമിനകത്ത് കാണുമ്പോൾ കടലിനകത്ത് നിന്നും കടലെ ഒഴുക്കിക്കൊണ്ടു പോകുന്ന പോലെ കടൽ കയ്യിലെടുത്തുകൊണ്ട് സഞ്ചരിക്കുന്നത് പോലെയുള്ള ഒരു ഷോട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാരണം ആ കടൽ ബാക്കിലേക്ക് ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ഇവർ ഫ്രണ്ടിലേക്ക് കടലിനകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പോകുന്നൊരു അത്രമാത്രം കടലിലേക്ക്, ഈ കടൽ ഇവരുടേതാണെന്നും ഇവർ കടലിൻ്റേതാണെന്നും പറയുന്ന തരത്തിലേക്കുള്ള ഒരു മേർജിങ് ചെയ്തിട്ടുള്ള ഒരു ദൃശ്യം അതിനകത്തുണ്ട്. കാരണം അത് പ്രണയമാണ്. കാരണം കടൽ എപ്പോഴും പ്രണയത്തിൻ്റെ ഒരു സിമ്പിൾ കൂടിയാണ്. കാരണം വെച്ചാൽ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിൻ്റെ പ്രതീകമാണ് കടൽ എന്നുള്ളത്. അപ്പം ആ കടലിനകത്തേക്ക് ഈ രണ്ട് യുവ മനസ്സുകളെ അടുപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ഗംഭീരമായിട്ടുള്ള പാട്ട്, രവീന്ദ്ര മാഷിൻ്റെ സംഗീതം, കൈതപ്രത്തിൻ്റെ ഗാനങ്ങൾ, അഴകേ നിൻമിഴി നീർ കുളിരല തൂകരുതേ, ഇത് അന്നും ഇന്നും മലയാളികളുടെ മനസ്സിലെപ്പോഴും നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഗാനമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ദാസേട്ടൻ്റെ ശബ്ദത്തിൽ പാടിയ എനിക്കത് പാടാൻ സാധിച്ചു എന്നുള്ള ഏറ്റവും വലിയ ഭാഗ്യമായി. അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ, പരിഭവങ്ങളിൽ മൂടി നിൽക്കുമി വിരഹവേള തന്നൊമ്പരം ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം. ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനു മിനയഴകാമെന്നഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ. കടലിൽ പോകുന്ന അശോകൻ്റെ കഥാപാത്രം, അശോകൻ ചേട്ടൻ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രം പ്രണയം കൈമാറുമ്പോൾ കാനഡ രാഗത്തിൻ്റെ സൗന്ദര്യം രവീന്ദ്ര മാസ്റ്റർ ആ കഥാപാത്രവും നമ്മളും അറിയാതെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പോൾ അതിൽ മാമ വസതാ ജനനി എന്ന് പറഞ്ഞ കീർത്തനം സിത്താറിൽ അതിൻ്റെ ബീജിയായിട്ട് വായിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ആസ്വാദകർ കർണാടക സംഗീതത്തോട് അല്ലെങ്കിൽ നമ്മുടെ സംഗീത പാരമ്പര്യത്തോട് അടുത്തു വരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നമ്മളറിയാതെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ, ഗഹനമായ കാര്യങ്ങൾ വളരെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നിപ്പിക്കാതെ നമ്മളിലേക്ക് കൊണ്ട് തരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഗീത സംബന്ധിയായ പ്രത്യേകതയാണ്. കടൽ തീരങ്ങളിൽ ഞാനൊരുങ്ങി ഭരതൻ്റെ കേളി മറ്റൊരു പ്രണയകഥയാണ്. ഒരു വികലാംഗൻ്റെ പ്രണയകഥ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വികലാംഗൻ്റെ പ്രണയകഥ എന്ന അതിനേക്കാൾ ഉപരി അതൊരു ത്രില്ലറിൻ്റെ സ്വഭാവം കൂടെയുള്ള ചലച്ചിത്രമാണ്. ആ രീതിയിലും അതിനെ കാണാവുന്നതാണ്. കാരണം മുരളിച്ചേട്ടൻ ഒരു മരണം, ഇന്നസെൻ്റ് എന്ന് പറയുന്ന ആക്ടർ ചെയ്തിട്ടുള്ളൊരു വില്ലൻ വേഷം, കാരണം നാട്ടിൻപുറത്തെ ജീവിതത്തിനകത്ത് എത്രമാത്രം ക്രൂക്കഡ്നെസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു തരത്തിലൊരു ത്രില്ലർ സ്വഭാവമുണ്ട് അതിനകത്ത്. ഒപ്പം ഏറ്റവും ഇന്നസെൻ്റായ ഒരു മനുഷ്യൻ്റെ ഏറ്റവും നിഷ്കളങ്കനായ ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതവും അതിനകത്ത് പറയുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്തു പോകുന്ന ഒരു പടത്തിനകത്തുള്ള ആ പടത്തിലെ പാട്ടാണ് താരം വാൽക്കണ്ണാടി നോക്കിയത്. ആ പാട്ടിൻ്റെ വിഷ്വലും പോലും ഇതേപോലെ തന്നെ രണ്ടുപേരുടെ കണ്ണിൽ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും പാട്ടിലേക്ക് തുടങ്ങി
പാട്ട് അവരുടെ ജീവിതത്തെ എത്രമാത്രം സന്തോഷമാക്കുന്നു എന്നുള്ളത് അത് ഭരതൻ്റെ സ്ഥിരം ഒബ്സഷൻ ഏരിയ പോലെ തന്നെയാണ്. പുഴ എന്ന ഒരു മെറ്റഫറിലൂടെ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു പോകുന്നുള്ളതാണ്. മുൻപ് മറ്റ് പാട്ടുകളെ പറ്റി പറഞ്ഞ മാതിരി തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെ പറ്റി പറയുമ്പോൾ തന്നെ പല രീതിയിലാണ് അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സംഗീതത്തിന് അദ്ദേഹത്തിന് എത്ര അറിയുന്നു എന്നുള്ളത് ഭയങ്കര ഇൻസ്പയറിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മേ ബി ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ ആയിരിക്കും തോന്നുന്നു. ആ സിനിമ എന്ന് പറഞ്ഞാൽ ജയറാം എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്ന് തന്നെയാണത്.